ബൈബിളിലെ ലേഖനങ്ങളെക്കുറിച്ചുള്ള ചില പൊതുവായ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: സന്തോഷത്തിൻ്റെ ലേഖനം എന്നറിയപ്പെടുന്ന ലേഖനം ഏത്? ഉത്തരം: ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. രണ്ടാമത്തെ ചോദ്യം: ഇടയലേഖനങ്ങൾ ഏതെല്ലാം? ഉത്തരം: പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം, തീത്തോസിന് എഴുതിയ ലേഖനം. മൂന്നാമത്തെ ചോദ്യം: ഹാനോക്കിൻ്റെ പ്രവചനത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ലേഖനം ഏത്? ഉത്തരം: യൂദ എഴുതിയ ലേഖനം. നാലാമത്തെ ചോദ്യം: പൗലോസ് അവസാനമായി എഴുതിയ ലേഖനം ഏത്? ഉത്തരം: തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം. അഞ്ചാമത്തെ ചോദ്യം: പൗലോസ് എഴുതിയ ശുപാർശ കത്ത് ഏത്? ഉത്തരം: ഫിലമോൻ എഴുതിയ ലേഖനം. ആറാമത്തെ ചോദ്യം: ലേഖനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ലേഖനം ഏത്? ഉത്തരം: എഫേസ്യർക്ക് എഴുതിയ ലേഖനം. ഏഴാമത്തെ ചോദ്യം: ബൈബിളിൽ ആകെ എത്ര ലേഖനങ്ങൾ ഉണ്ട്? ഉത്തരം: 21 ലേഖനങ്ങൾ. എട്ടാമത്തെ ചോദ്യം: പൗലോസ് എഴുതിയ എത്ര ലേഖനങ്ങളാണ് ബൈബിളിൽ ഉള്ളത്? ഉത്തരം: 13 ലേഖനങ്ങൾ. ഒമ്പതാമത്തെ ചോദ്യം: രാജകീയ ന്യായപ്രമാണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ലേഖനം ഏത്? ഉത്തരം: യാക്കോബ് എഴുതിയ ലേഖനം. റെഫറൻസ്: അധ്യായം 2, വാക്യം 8. പത്താമത്തെ ചോദ്യം: പൗലോസിൻ്റെ കാരാഗൃഹ ലേഖനങ്ങൾ ഏതെല്ലാം? ഉത്തരം: 1 എഫേസ്യർക്ക് എഴുതിയ ലേഖനം, 2 കൊളോസ്യർക്ക് എഴുതിയ ലേഖനം, 3 ഫിലമോൻ എഴുതിയ ലേഖനം, 4 ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. 11ാമത്തെ ചോദ്യം: പത്രോസിനോട് അല്ലെങ്കിൽ കേഫാവിനോട് പൗലോസ് എതിർത്തു നിന്നു എന്ന് ഏത് ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഗലാത്യർക്ക് എഴുതിയ ലേഖനം. റെഫറൻസ്: അധ്യായം 2, വാക്യം 11. 12ാമത്തെ ചോദ്യം: ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ എന്ന് പൗലോസ് ചോദിക്കുന്നത് ഏത് ലേഖനത്തിലാണ്? ഉത്തരം: കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം. റെഫറൻസ്: അധ്യായം 1, വാക്യം 13. 13ാമത്തെ ചോദ്യം: ആത്മാവിൻ്റെ ബലത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ലേഖനം ഏത്? ഉത്തരം: ഗലാത്യർക്ക് എഴുതിയ ലേഖനം. റെഫറൻസ്: 5-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ. 14ാമത്തെ ചോദ്യം: ഏത് ലേഖനത്തിലാണ് നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്? ഉത്തരം: യാക്കോബിൻ്റെ ലേഖനത്തിൽ. റെഫറൻസ്: 5-ാം അധ്യായം 16-ാം വാക്യം. 15ാമത്തെ ചോദ്യം: ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഏത് ലേഖനത്തിലാണ് പൗലോസ് ഇത് പറയുന്നത്? ഉത്തരം: തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ. റെഫറൻസ്: 4-ാം അധ്യായം 7-ാം വാക്യം. 16ാമത്തെ ചോദ്യം: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പൗലോസ് ഏത് ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം:
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ റെഫറൻസ് അധ്യായം 1 വാക്യം 21. 17-ാമത്തെ ചോദ്യം, മോശയോട് എതിർത്ത് നിന്ന 2 പേരെക്കുറിച്ച് ഏത് ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം. റെഫറൻസ് 3-ാം അധ്യായം 8-ാം വാക്യം. 18-ാമത്തെ ചോദ്യം, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ആകുന്നു എന്ന് പൗലോസ് ഏത് ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം. റെഫറൻസ് അധ്യായം 2 വാക്യം 15. 19-ാമത്തെ ചോദ്യം, ഏത് ലേഖന ഭാഗമാണ് സ്നേഹത്തിൻ്റെ അധ്യായം എന്നറിയപ്പെടുന്നത്? ഉത്തരം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം. 20-ാമത്തെ ചോദ്യം, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു എന്ന് പൗലോസ് ഏത് ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം. റെഫറൻസ് 12-ാം അധ്യായം 7-ാം വാക്യം. ലേഖനങ്ങളെക്കുറിച്ചുള്ള ഈ ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതാകുന്നു. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.